ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു സ്റ്റാർട്ട് സെൽഫ് ലവ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നന്നായി സ്നേഹിക്കാനും സ്വയം വളരാനുള്ള മാർഗങ്ങൾ ചെയ്യാനും തുടങ്ങിയാൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ ചുറ്റുമുള്ളവരിലും ആ മാറ്റം പ്രതിഫലിക്കുന്നു. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളെയും സ്നേഹിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നു. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റി എഴുതുക. എക്സാമ്പിളായിട്ട്, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാനും മടിയാണ് എന്നൊക്കെ ഞാൻ പറയാറില്ലേ, അതിനെ നമ്മൾ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റി എഴുതുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ കാര്യങ്ങൾ പ്രോഗ്രസ് കണ്ടെത്തുക. നാം നമ്മളെ തന്നെ സ്നേഹിക്കുക, മാന്യമായി നമ്മോട് പെരുമാറുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലതേ സംഭവിക്കൂ എന്ന് നാം ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്നതെന്തോ നാം അതായിത്തീരുന്നു. നമുക്ക് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്ന ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങൾ എപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുക. സെൽഫ് ലവ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസത്തിൻ്റെ നട്ടെല്ലാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്, കോൺഫിഡൻസ് വന്നു തുടങ്ങുന്നത്. നമ്മുടെ മനസ്സൊരിക്കലും ഡേർട്ടി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വറി ചെയ്യാതിരിക്കുക. അത് നമ്മുടെ മനസ്സിനെ ഡേർട്ടി ആക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്, അതിനെക്കുറിച്ച് ആവലാതിപ്പെടാതിരിക്കുക. നമുക്കുള്ള കഴിവുകളെയും അറിവുകളെയും തേച്ചു മിനുക്കിയെടുക്കുക. അവ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. സെൽഫ് ലവ് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക. അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നല്ല രീതിയിലൊരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതും സെൽഫ് ലവിൻ്റെ ഭാഗമായി ചെയ്യാവുന്നതാണ്. ഡെയിലി ജേണൽസ് എഴുതി നോക്കാം. നമ്മുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക. അതിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. മീ ടൈം ഉണ്ടായിരിക്കുക എന്നത് പ്രധാനമാണ്. ഡെയിലി നമുക്ക് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതുക എന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക തന്നെ ചെയ്യുക. ആവശ്യമില്ലാത്ത ബേർഡൻസ് ഒന്നും എടുത്ത് തലയിൽ വെക്കേണ്ടതില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി പറയുക. പുറത്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുക എന്നത്. നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത ഓരോ വ്യക്തിക്കും ഉണ്ടെങ്കിൽ സെൽഫ് ലവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.